പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ 2025 ഇവിടെ പ്രഭാതമായിരിക്കുന്നു, അവിടെ വൈകുന്നേരം ആയിരിക്കുന്നു. ആദ്യത്തെ നമ്മളുടെ ഈ കൂട്ടായ്മയിൽ കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായിട്ട് ആ സ്നേഹസ്വരൂപനായ പുത്രനെ നമ്മൾക്ക് സ്തുതിക്കാം. യഹോവയായ ദൈവത്തെ സ്തുതിക്കാം, പരിശുദ്ധ ആത്മാവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സ്നേഹസ്വരൂപനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇനി എല്ലാവർക്കും സ്നേഹവന്ദനം. റെനി സിസ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, പാസ്റ്ററിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഈ നല്ല ഗാനങ്ങൾ ആലപിച്ച മക്കളായ ടീനെയും അമിതിനെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവാണ് നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. നാം ആരും വെറുതെ വന്നതല്ല. ഒരു പുതുവർഷം നമുക്ക് കാണുവാൻ ഒരു വർഷത്തിലോട് നാം കാലെടുത്ത് വെച്ചിരിക്കുന്നത് സിസ്റ്റർ പറഞ്ഞതുപോലെ വെറുതെയല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും ഒക്കെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ പേര് വായ് തുറക്കാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത്, എത്രയോ പേര് ഹോസ്പിറ്റലിൽ ബെഡ്രിഡനായിരിക്കുമ്പോൾ, കൈകൾ ഉയർത്തുവാൻ പറ്റാതെ ഇരിക്കുമ്പോൾ, നാവുകളൊന്ന് തുറക്കുവാൻ പറ്റാതെ ഇരിക്കുമ്പോൾ, മാനസിക വൈകല്യങ്ങളാൽ ബോധമില്ലാതെ ഓർമ്മയില്ലാതെ ഇരിക്കുമ്പോൾ നാമോ യഹോവയെ സ്തുതിപ്പാൻ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ ദൈവം കൂട്ടി വരുത്തിയിരിക്കുകയാണ്. കർത്താവിന് ഇന്ന് നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ, സുബോധത്തോടെ ഇരിക്കുന്നെങ്കിൽ, കൈകൾ ഉയർത്തി ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു പ്ലാൻ ഉണ്ട്. ദൈവ പൈതലെ, വെറുതെ അല്ല നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്നത്. ഈ സമയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഉള്ളതായിരുന്നു, അവൻ്റെ ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ആ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള നന്മ നിറഞ്ഞ ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു വർഷം, ഹല്ലേലൂയ. ഓരോ നിമിഷവും ഓരോ ബ്രത്തും ആ യേശുവിനെ മഹത്വീകരിക്കാൻ തക്കവണ്ണം നാം കടപ്പെട്ടവരാണ്. ഒരു ദിവസമല്ല, ഈ ആണ്ടിൻ്റെ അവസാനം വരെയല്ല. ദൈവം എത്ര ആയുസ് തന്നിട്ടുണ്ടെന്നുള്ളതല്ല, ഓരോ ശ്വാസത്തിലും, ഓരോ ഓർമ്മയിലും, ഓരോ ചിന്തകളിലും ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പ്രബലമാകുവാൻ നിലപാടുകൾ നാം എടുത്തുകൊണ്ടേയിരിക്കണം. ആ ശ്വാസത്തിൽ, ഹല്ലേലൂയ, കർത്താവേ, ഓരോ ശ്വാസവും, ഞാൻ അറിയാതെ വിടുന്ന ഓരോ ശ്വാസങ്ങളും നിന്റെ ദാനമല്ലേ, ഹല്ലേലൂയ. ഞാൻ ഉറങ്ങുമ്പോൾ വിടുന്ന ഓരോ ശ്വാസവും നിന്റെ കൃപയല്ലേ, ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റും? എത്ര പേർക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റും? ഞാൻ അറിയാതെ ശ്വാസം വിടുന്നു, ഞാനൊന്നും അറിയാതെ അബോധാവസ്ഥയിൽ ഉറങ്ങുന്നതുണ്ട്. ഒന്നും അറിയാതെ ആ സമയത്തൊക്കെയും എന്നെ സൂക്ഷിച്ച് ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് മനോഹരമായിട്ട് നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നാം ഇന്ന് ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, വലിയ ദൈവമക്കളുടെ സ്വർഗീയ പ്രൊഫൈലുള്ള ഡിവൈൻ മിനിസ്ട്രിയിലുള്ള മക്കളുടെ മുമ്പിലാണ് എന്നുള്ള നല്ല ബോധമുണ്ട്. യഹോവയാൽ സംഭവിച്ചു. എൻ്റെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാണ്. ഇവിടെ വന്നിരിക്കുവാനും, ഹല്ലേലൂയ, ഒന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ പോലും എന്നെപ്പറ്റി പറഞ്ഞാൽ അതിനുള്ള യോഗ്യത എനിക്ക് ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ, പുത്രൻ്റെ കൃപയാൽ, യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളോട് കൂടെ, വലിയ ദൈവമക്കളോട് കൂടെ, വലിയ ദൈവദാസൻ്റെ ആ മിനിസ്ട്രിയോട് കൂടെ ഒപ്പം ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെയും വിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. എന്നെപ്പറ്റി വലുതായിട്ടൊന്നും പറയുവാനായിട്ട് എനിക്കില്ല. ഞാനൊരു നേഴ്സാണ്. ഇവിടെ പാസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്നാൽ ഈ ട്യൂസ്ഡേയിൽ ഞാൻ വർക്കിംഗ് ഡേ ആണ്. ഞാനിവിടെ കോളേജിൽ ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ കോളേജിൽ പഠിപ്പിക്കുന്നത് ട്യൂസ്ഡേയിലാണ്. അതുകൊണ്ട് എനിക്ക് ഇതുവരെയും കടന്നു വരാൻ പറ്റിയില്ല. എന്നാൽ നമ്മുടെ പ്ലാനല്ല, നമ്മുടെ ചിന്തയല്ല, ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ ദൈവം അത് പെർഫെക്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തരും. നമ്മുടെ പ്ലാനുകൾക്കൊക്കെ അപ്പുറമായിട്ട് ദൈവ പദ്ധതി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. ഇന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മ അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനമാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. അത് പ്രവർത്തിക്കും. ആര് തടുക്കും? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിലുള്ള എല്ലാ വേദനകൾക്കും, നിന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, ഹല്ലേലൂയ, ഉത്തരമാണ് ഈ വചനം. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നമ്മൾ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആര് ദൈവവചനം പറയുന്നു എന്നുള്ളതല്ല, ദൈവവചനം ഹൃദയത്തിൽ ഇടപെടും. അത് ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ചെന്ന് അസ്ഥിമജ്ജകളെ കടന്നു ചെന്ന് പ്രവർത്തിക്കും. ഏതു വേദനയെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ
പിതാവിൻ്റെ കയ്യിലോട്ട് നമുക്ക് നമ്മളുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ആവശ്യങ്ങൾ കൊടുക്കാം. അതിനപ്പുറമായിട്ട് ദൈവമേ സ്തോത്രം, നീ എൻ്റെ ദൈവമായിരിക്കാൻ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അർഹിക്കാത്ത നന്മകൾ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ഇന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുക്കിയിരിക്കുന്നു, വചനത്തിൻ്റെ മുമ്പിൽ ആക്കിയിരിക്കുന്നു. കർത്താവേ അവിടുത്തെ പ്ലാനും പദ്ധതിയും ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കണമേ അപ്പ. ഓരോരുത്തർക്കും വേണ്ടതായ ആഹാരം ഇന്ന് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങളിൽ കർത്താവെ വാഴ്ത്തി നുറുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി അപ്പ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഒരു വേറെ ഡിനോമിനേഷനിൽ നിന്ന് ആയിരിക്കുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് യേശുവിനെ അറിഞ്ഞിരുന്നു, വചനം വായിച്ചിരുന്നു, എല്ലാം സത്യമാണ്. എന്നാൽ പേഴ്സണലായിട്ട് യൗവനകാലത്തിൽ അറിയുവാൻ തക്കവണ്ണം ദൈവം എന്നെ വിളിച്ച വലിയ സ്നേഹത്തിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരു പ്രാഗൽഭ്യവുമില്ല. എനിക്ക് അതിനകത്തുള്ള അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറോ അങ്ങനെയുള്ള സറൗണ്ടിങ്സോ അങ്ങനെയുള്ള കൂട്ടുകാരോ അങ്ങനെയുള്ള വീട്ടുകാരോ ഒന്നും ആയിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്നെ തേടി വന്നു. ഹല്ലേലൂയ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനലിൽ മിനി സജി വർഗീസ് നടത്തിയ എൻ്റെ ടെസ്റ്റിമണികൾ ഒക്കെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയുവാനുള്ളത് ദൈവം നേരിട്ട് ഹല്ലേലൂയ വലിയൊരു എൻകൗണ്ടർ, കർത്താവിനെ കാണുവാൻ സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവ് എന്നോട് സംസാരിക്കുന്നതുമായുള്ള ഒരു ഡയറക്റ്റ് എൻകൗണ്ടറിൽ കൂടിയാണ് ഞാൻ ഈ ഒരു അനുഭവത്തിലോട്ട് വന്നത്. എൻ്റെ കൂടെയൊന്നും ആരും ഇങ്ങനെയുള്ള ഒരു നല്ല അനുഭവത്തിൽ ഉള്ളവരില്ലായിരുന്നു. അതിന് കാരണം ഞാൻ തന്നെ ആരെയും റിസീവ് ചെയ്യുവാൻ ഞാൻ ആരെയും വെൽക്കം ചെയ്തിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, ഒരു പെന്തിക്കോസ് എന്ന് പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം എങ്ങനെയും ചെയ്തെടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പ്ലാൻസ് എപ്പോഴും നമ്മുടെ ഗുഡ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. നല്ല പ്ലാനുകളാണ്. മനുഷ്യൻ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വഴികൾ തികവുള്ളത്. ഹല്ലേലൂയ, അതിൽ ശോധന ചെയ്ത് അതിനെ ഉറച്ച് മുറുകെ പിടിക്കുക എന്നുള്ള അങ്ങനെയുള്ള കൃപ കിട്ടിയ ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു ജീവിതത്തിൽ ദൈവത്തെ രുചിച്ചറിയുവാൻ ഇടയായി. ദൈവത്തെ പറ്റിയിട്ട് ഹല്ലേലൂയ പറഞ്ഞാൽ ഈ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് അനേകം ജാതികളോട് പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ വിളിച്ച് ഉപയോഗിച്ചു. ഞാൻ ബഹ്റിനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അനേകം മുസ്ലിങ്ങൾ, ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, അവിടെയുള്ള ഭരണാധികാരികൾ, കൊട്ടാരങ്ങളിലുള്ളവരെ ഒക്കെയോടും യേശുവിനെ പറ്റി ഈ യേശുവാണ് വലിയവൻ എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു യോഗ്യതയുമില്ല, അധികമൊന്നും അറിയത്തില്ല, ഒന്നു മാത്രം എനിക്കറിയാം, ഈ ദൈവം മാത്രം ജീവിക്കുന്ന ദൈവം. ഹി അലോൺ ഈസ് ഗോഡ്. ഹല്ലേലൂയ, ഹി ഈസ് ഓൾമൈറ്റി ഗോഡ്. അതുമാത്രം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ കൂടെയുള്ളവർ ചോദിക്കും, നീ എന്താണ് പറയുന്നത്, നീ എങ്ങനെയാണ് പോയി പറയുന്നത്, എന്താണ് അവരോട് പറയുന്നത്? ഒന്നും പഠിച്ചിട്ടല്ല. ദൈവം തക്ക സമയത്ത് പറയുവാനായിട്ട് നമുക്ക് അതിൻ്റെ വാ തുറന്ന് അവരോട് പറയുവാനുള്ള കൃപ അത് ഞാനല്ല, ദൈവമാണ്. നമ്മൾ ആരുമല്ല ദൈവത്തെ പറ്റി പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാനിവിടെ തോറ്റുപോകും. എൻ്റെ വാക്കുകളല്ല, എൻ്റെ ഒരു കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ട് ഒരു മനുഷ്യനെ മാറ്റുവാൻ നമുക്ക് സാധ്യമല്ല. ഈ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, അതിലോട്ട് ഓടിച്ചെല്ലുവാൻ തക്കവണ്ണം അത് പ്രാണൻ ഇന്ന് മോള് പാടിയതുപോലെ. ഹല്ലേലൂയ, സ്തോത്രം. ശത്രു പ്രബലനാണ്, ശത്രു വലിയവനാണ്. എന്നാൽ യേശുവിൻ്റെ നാമം, ആ നാമമാണ് മാത്രമാണ് നിന്റെ പ്രാണന് രക്ഷ. ഹല്ലേലൂയ, സ്തോത്രം. രോഗം വന്നോട്ടെ, ഈ ശരീരത്തിൽ ഏതെല്ലാം രോഗങ്ങൾ വന്നോട്ടെ, ഏതെല്ലാം മാറാവ്യാധികൾ വന്നോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. അത് എൻ്റെ യേശു അറിഞ്ഞതാണെങ്കിൽ അവനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. പൗലോസിനോട് പറഞ്ഞത്, നീ എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ പ്രതിസന്ധികളിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഒരുപാട് അനേക അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹൈ ബ്ലഡ് പ്രഷറൊക്കെ വന്നിട്ട് 220, 110 ആയിട്ട് ഞാൻ ICU കിടന്ന് ഈ ബ്രെയിന് പുറവശത്ത് ഇങ്ങനെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. ഇന്ന് സിസ്റ്റർ പറഞ്ഞതുപോലെ കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഈ ഇടത്തെ കൈ പൊക്കാൻ പറ്റത്തില്ല. എൻ്റെ ടെൻഡർ ആൻഡ് ലിഗമെൻറ്റ് ടേറായിട്ട് ഇടത്തെ കൈ പൊങ്ങാതെ ഒട്ടും തൊടാൻ പോലും പറ്റത്തില്ല. ഭയങ്കര വേദനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പലരും 3
ഡോക്ടേഴ്സ് കൺസൾട്ടൻറ്റിനെ കണ്ടപ്പോൾ ഓപ്പറേഷൻ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, ഓപ്പറേഷൻ ചെയ്താൽ ഇത് സൗഖ്യമാകും? ഞാൻ ചെറുതായിട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക, കാരണം ദൈവവചനമാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഡോക്ടേഴ്സ് 3 പേരും പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ പല ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്താണ്, ഇന്നിവിടെ ഒരു കാർഡിയാക് ഐസിയുലും വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് നിങ്ങളോട് പറയാൻ പറ്റും, ഒരു ഡോക്ടേഴ്സിന് നിങ്ങളുടെ രോഗത്തിനൊരു 100% ഗ്യാരണ്ടി, ഞാനിത് സൗഖ്യമാക്കി തരുമെന്ന് പറയുവാൻ ഒരു ഡോക്ടേഴ്സിനും കഴിയത്തില്ല. എൻ്റെ ജീവിതം മൊത്തം എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആയിരുന്നു. ഇന്ന് വരെ ഞാനത് കേട്ടിട്ടില്ല. എപ്പോഴും അവിടെ ഒരു പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. റിസ്ക് ഉണ്ട്. എല്ലാ റിസ്ക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിനക്ക് മരുന്ന് തരുന്നത്, എല്ലാ റിസ്ക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിന്നെ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ആ ഡോക്ടേഴ്സ് പറയുകയാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല, എൻ്റെ മരുന്നുകളെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന വലിയൊരു സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എനിക്ക് നിങ്ങളോട് ഒന്ന് പറയാൻ കഴിയും, എൻ്റെ ദൈവത്താൽ കഴിയും, നമ്മുടെ ദൈവത്താൽ കഴിയും. അവനാൽ കഴിയാത്ത ഒന്നുമേ ഇല്ല. ഇന്ന് വരെ ഞാൻ ഒന്നുമേ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധി നിന്ന് പ്രാപിക്കുവാൻ ഇന്ന് നീ ബലപ്പെട്ടിട്ട് ഇരുന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കൈ തളർന്നു പോയതുപോലെ ഞാൻ 5-6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞാൽ നിന്റെ കൈ ഒരിക്കലും നൂരത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവാത്മാവിൻ്റെ എൻ്റെ ആലോചന പ്രകാരം കൃത്യമായിട്ടും ദൈവം സംസാരിച്ച പ്രകാരം കുഴമ്പ് പുരട്ടി തിരുമുവാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കുഴമ്പ് പുരട്ടി തിരുമി. ഹല്ലേലൂയ. തിരുമിയത് എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു, കാരണം ഒരു ഹിന്ദുക്കളുടെ കുഴമ്പൊക്കെ ആണല്ലോ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ കേൾക്കുന്നതല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പ്ലാൻ അതാണെങ്കിൽ അത് ചെയ്തിരിക്കണം. ഹല്ലേലൂയ. അനുസരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ചിന്തയിൽ അതങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല. ദൈവം ഒന്ന് പറഞ്ഞ് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവാൻ ദൈവം കടപ്പെട്ടിരിക്കുന്നു. ഹീസ് റെസ്പോൺസിബിൾ ഫോർ അവർ ലൈഫ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അന്യഭാഷ പറയുന്ന 2 കുഞ്ഞുങ്ങളാണ്, 2 മക്കള് എന്നെ പുറത്ത് തിരുമുമായിരുന്നു. ഇടവും വലവും നിന്ന് അവർ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് തിരുമിയത്. ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോയത്, അയ്യോ ഇത് ഹിന്ദുക്കളൊക്കെ പ്രാർത്ഥിച്ച കുഴമ്പായിരിക്കുമല്ലോ, കർത്താവേ നീ എന്നോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ എൻ്റെ ചിന്തയല്ല, ഞാൻ കേട്ടതല്ല, അതിനൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്ലാൻ. ഹല്ലേലൂയ. 6 മാസം പൊങ്ങാതിരുന്ന എൻ്റെ കൈ 3-ാം ദിവസത്തിൽ കൈവെക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 3 ദിവസം വേണ്ടി വന്നില്ല എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയും കർത്താവിനൊരു വഴിയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ഇനി എന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഹല്ലേലൂയ ഇരുളിൻ്റെ അനുഭവത്തിൽ ഇനി ഇത് ആർക്കും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറയുന്നിടത്ത് എൻ്റെ ദൈവത്തിൻ്റെ കൈക്ക് കഴിയും. അവനൊരു പ്ലാനുണ്ട്. അവൻ ഉന്നതനാണ്, അത്യുന്നതനാണ്, മഹോന്നതനാണ്. ഹല്ലേലൂയ. അനേക അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ 2023 എനിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ 27 വയസ്സുള്ള ഒരു മകൻ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് മാറ്റപ്പെട്ടു. വെറും 27 വയസ്സുള്ള ഒരു കുഞ്ഞ്. ഞങ്ങളപ്പോഴും കർത്താവിനെ സ്തുതിച്ചു. കാരണം അവനൊരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ എഴുതി വെച്ചിരുന്നു, റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഐ വോണ്ട് ടു വർക്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഇനിയുള്ള ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി സൈൻ ചെയ്ത് ഉള്ള പേപ്പർ അവിടെയുണ്ട്. ഹല്ലേലൂയ. അതാണ് ഞങ്ങളെ നിർത്തിയത്. എല്ലാവരും ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ തരണം ചെയ്തു? കാരണം അത്ഭുതങ്ങൾ, രോഗസൗഖ്യം പലതും എൻ്റെ ജീവിതത്തിൽ മൊത്തം ഈ ദൈവം അത്ഭുതമായിരുന്നു. എന്നാൽ ഇതെങ്ങനെ ഞങ്ങൾ മറികടക്കുമെന്ന് ഞങ്ങൾക്ക് ഒന്നുപോലും ചിന്തിക്കേണ്ടി വന്നില്ല. ദൈവം ഞങ്ങളെ ശക്തമായിട്ട് നിർത്തി. കാരണം അതാണ് ബലം. ഏതൊരു ഇരുളടയിലും, ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ഇരുന്നാൽ, ഏതൊരു രോഗത്തിലും ദൈവകരം നിൻ്റെ കൂടെ ഇരുന്നാൽ നീ സന്തോഷമുള്ളവളായിരിക്കും, സമാധാനമുള്ളവളായിരിക്കും. ദൈവത്തിൻ്റെ പ്രഭയാൽ നാം നിറയും. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഈ ദൈവം വലിയവന്, ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഹല്ലേലൂയ ഈ ദൈവം മാത്രം വലിയവനെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാരണം എനിക്കൊരു ഹോപ്പുണ്ട്. എത്രയോ പേര് ഇന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് വിഷമിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ എങ്ങനെ ആ ഒരു പ്രായത്തിൽ യൗവന കാലത്ത് ഞാൻ എങ്ങനെ ആരും ഒന്നും വചനം കേൾക്കാതെ എങ്ങനെ ഞാൻ ഈ ക്രിസ്തുവിലായി. ഹല്ലേലൂയ, ഇതാ എൻ്റെ കുഞ്ഞും ക്രിസ്തുവിനോട് കൂടെ. ഹല്ലേലൂയ, മരിക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോട് കൂടെ. എനിക്ക് ഇന്നിങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ ഞാൻ നാളെ മരിക്കത്തില്ല, അങ്ങനെയൊന്ന് എഴുതി വെച്ചിട്ട് എനിക്കും ഒന്ന് മരിക്കുവാൻ പറ്റണേ എന്ന് ഞാനും ആഗ്രഹിക്കാറുണ്ട്. ഈ കുഞ്ഞിനെ എത്രയും സ്നേഹിക്കുവാൻ ഞാൻ എന്തൊരു നന്മ ചെയ്തു. ഐ ആം സോ പ്രൗഡ്.
ആസ് എ മദർ ഐ ആം സോ പ്രൗഡ്. എൻ്റെ കുഞ്ഞ് ദൈവസന്നിധിയിൽ ആ ഒരു വചനം എഴുതി വെച്ച് അവൻ്റെ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഹല്ലേലൂയ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇന്നും ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ കൃപകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് 2 കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഞാൻ പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, കർത്താവേ ഞാൻ എന്ത് പറയും, ദൈവദാസൻ്റെ കൂട്ടായ്മയിൽ ഞാൻ എന്തു പറയുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ കാണിച്ചു. ഒരു രഥങ്ങളും കുന്തങ്ങളും മുറിച്ച് അവൻ ഇങ്ങനെ വലിയൊരു ഹാമർ കൊണ്ട് അടിച്ച് ഹല്ലേലൂയ ഉടയ്ക്കുന്ന ഒരു പ്രവൃത്തിയുടെ മേൽ ഹല്ലേലൂയ അവൻ ചുട്ടുകളയുന്ന ഒരു അനുഭവത്തിൽ ഒരു ദർശനമാണ് എന്നെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അത് തന്നെ ആയിരിക്കും ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം എനിക്ക് തന്നു. സങ്കീർത്തനങ്ങൾ 46-ാം അധ്യായം 9-ാം വാക്യം, Psalms 46 verses 9. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. അതുകൊണ്ട് മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അതാണ് എനിക്ക് കൺഫർമേഷനായി കിട്ടിയ വാക്ക്. വീണ്ടും എനിക്ക് കൺഫർമേഷൻ കിട്ടി. യേശുവിൻ്റെ നാമം ഇന്ന് പാടിയത്. യേശുവിൻ നാമമാണ് എൻ്റെ പ്രാണൻ്റെ രക്ഷ. ഞാൻ എത്ര ദൈവത്തെ സ്തുതിച്ചെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആരുടെയും പ്രാഗൽഭ്യങ്ങളല്ല, നമ്മൾ പറഞ്ഞത് കൊണ്ടല്ല. ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുവാണെന്നുള്ളതിൻ്റെ 3 കൺഫർമേഷനോട് കൂടിയാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. സ്വർഗം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നാം അത് കേൾക്കുവാൻ വേണ്ടിയിട്ട് യഹോവയുടെ ആത്മാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ച് ഇന്ന് സൗഖ്യങ്ങൾ നടക്കും. ഹല്ലേലൂയ സ്തോത്രം. മുട്ടുവേദനയിൽ ഭാരപ്പെടുന്ന ഹല്ലേലൂയ ഇടത്തെ കാലാണ് ഹല്ലേലൂയ ആ ഒരു സഹോദരിക്ക് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ആ സഹോദരിയുടെ മേൽ ഇറങ്ങുകയാണ്. ജോലിയുടെ ഭാരത്തിലിരിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിക്ക് ഒരു 50 വയസ്സോളം പ്രായം തോന്നിക്കും. ഇരുനിറമുള്ള വൈറ്റ് ഷോളിലിരിക്കുന്ന ഒരു സഹോദരിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഇന്ന് ഇറങ്ങുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇത് രോഗസൗഖ്യം ഇവിടെ നടക്കും. ഹെർണിയയുടെ ബുദ്ധിമുട്ടുള്ള ഒരു സഹോദരി തന്നെ ഇവിടെ ഇരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. മകളെ, നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇന്നലെ രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഈ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം തന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ പ്രൈസ് ഗോഡ്. ഇത് ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള അതാണ് രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അത് ലാസ്റ്റിൽ പറയാം. ഹല്ലേലൂയ. ദൈവാത്മാവ് തന്ന ആദ്യത്തെ വചനം Psalms 46:9. ഞാൻ മിണ്ടാതെ ഇരിക്കണം. ഹല്ലേലൂയ. കാരണം എൻ്റെ ദൈവം എൻ്റെ ശത്രുവിനെ ചുട്ടുകളയും. ഹല്ലേലൂയ. ഈ വർഷം നിങ്ങളിൽ ഓരോരുത്തരിലും വരുന്ന വ്യാപരിക്കുന്ന ഹല്ലേലൂയ എതിരെ വ്യാപരിക്കുന്ന ശക്തികളെ യേശുവിൻ്റെ ആത്മാവ് ചുട്ടുകളയും. ഹല്ലേലൂയ സ്തോത്രം. അവൻ രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും. ഹല്ലേലൂയ. അവൻ വില്ലിനെ ഒടിച്ചു കളയും, കുന്തത്തെ മുറിച്ചുകളയും. എനിക്ക് കഴിയുമോ? ഒരു കുന്തമായിട്ട് വരുന്നതിൻ്റെ കുന്തത്തെ കയറി പിടിക്കുവാൻ എനിക്ക് കഴിയുമോ? ഈ ലോകത്തിൽ ആർക്കെങ്കിലും കഴിയുമോ? ഒരു വില്ല് അമ്പെയ്യുന്ന ഒരു വ്യക്തിയുടെ മേൽ നമ്മൾ ഓടിച്ചെന്ന് ആ അമ്പയിനെ ഒടിച്ചു കളയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ മിണ്ടാതെ ഇരുന്നാൽ സർവശക്തനായ ദൈവം, ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം, അവൻ ഉന്നതൻ, അവൻ പരമോന്നതൻ, അവൻ അത്യുന്നതൻ. ഹല്ലേലൂയ. അവൻ പരമാധികാരി. ഹല്ലേലൂയ സ്തോത്രം. എനിക്കും നിനക്കും ഒരു പരമാധികാരിയുണ്ട്. എൻ്റെയും നിൻ്റെയും ഉള്ളിൽ ഹല്ലേലൂയ നിങ്ങളുടെയും ഉള്ളിൽ ഒരു പരമാധികാരിയുണ്ട്, ഒരു സർവശക്തൻ ഉണ്ട്. ആ സർവശക്തനെയാണ് നാം ഇന്ന് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. കൈ ഉയർത്തി ഒരു സ്തോത്രം പറയാമോ? അവനൊന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. ഹീ ഈസ് ഗ്രേറ്റ്, ഹീ ഈസ് മൈറ്റി, ഹീ ഈസ് ഓൾമൈറ്റി. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മുമ്പിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുവാൻ വില്ലുകളുണ്ട്, കുന്തങ്ങളുണ്ട്, രഥത്തിൽ വരുന്നവനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാം ഒരു യുദ്ധത്തിൻ്റെ സൂചനയാണ് നമ്മളെ കാണിക്കുന്നത്. ശത്രുവാണ്. ഹല്ലേലൂയ. എതിരെ വരുന്ന ശത്രുവിൻ്റെ കയ്യിൽ അവൻ ആയുധമായിട്ടാണ് വരുന്നത്. അവൻ തന്നെയല്ല, ശത്രുവിനെ വെറും നിസ്സാരമായിട്ട് ആരും കാണില്ല. അവൻ്റെ കയ്യിൽ വില്ലുണ്ട്, കുന്തമുണ്ട്, രഥമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നിങ്ങളുടെ എതിരെ വരുന്നവൻ അവൻ പ്രബലനാണ്. അവൻ സാധാരണക്കാരനല്ല.
അവൻ വലിയവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവൻ്റെ മീതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളിൽ ഒരു ഉന്നതനായ ശക്തിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ വില്ല് കൊണ്ട് വരുമ്പോൾ, രഥം കൊണ്ട് വരുമ്പോൾ, അവൻ വാള് കൊണ്ട് വരുമ്പോൾ, അവൻ കുന്തം കൊണ്ട് വരുമ്പോൾ, ഹല്ലേലൂയ, പ്രിയ ദൈവമൈതലേ, എന്നെയും നിങ്ങളെയും സൂക്ഷിക്കുന്നത് ആ ക്രിസ്തുയേശുവിൻ്റെ തങ്കച്ചോരയാണ്. എനിക്ക് വേണ്ടി തകർന്ന കാൽവറിയിൽ അറുത്തയാഗമായ ആ തങ്കച്ചോര നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, എതിരെ വരുന്ന വില്ലിനെ ഓടിക്കുവാൻ, കുന്തത്തെ മുറിച്ചു കളയുവാൻ, വേഗത്തിൽ വരുന്ന രഥങ്ങളെ ചുട്ടുകളയുവാൻ, ഹല്ലേലൂയ, ഇന്ന് ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആയുധവുമായിട്ട് വന്നോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നാം മിണ്ടാതെ ഇരിക്കുക. ഹല്ലേലൂയ, ഒരു കാര്യം അറിയുക, ഞാൻ എന്തിനാ മിണ്ടാതെ ഇരിക്കണം? കാരണം അവൻ പ്രബലനാണ്, അവൻ വലിയവനാണ്, അവൻ സാധാരണക്കാരനല്ല. ഹല്ലേലൂയ, എന്നാൽ സാധാരണക്കാരല്ലാത്ത അസാധാരണമായ, ഹല്ലേലൂയ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ യഹോവയുടെ നാമത്തിലാണ് നാം ഇരിക്കുന്നത്. യഹോവയുടെ നാമം എൻ്റെ പ്രാണന്റെ രക്ഷ, എൻ്റെ ജീവന് വിടുതല്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. പ്രബലനായിക്കൊള്ളട്ടെ. ഓ സ്തോത്രം. ഞാൻ ആരാധിക്കുന്നവൻ അവൻ വലിയവനാകിയാൽ, അവൻ ഉന്നതനാകിയാൽ, കർത്താവേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. വലിയ വലിയ, ഹല്ലേലൂയ, രഥങ്ങളും കുന്തങ്ങളും വാളുകളും കൊണ്ട് ദുഷ്ടൻ ശക്തി ഞങ്ങളുടെ മേൽ വരുമ്പോൾ, ഓ ദൈവത്തിന്റെ അസാമാന്യമായ ശക്തി, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രപഞ്ചത്തിന്റെ നാഥനെ, ഉന്നതനെ, അത്യുന്നതനെ, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന, അത്യാഹിതമായിട്ട് പ്രവർത്തിക്കുന്ന, ഓ സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ സ്തോത്രം, സ്തോത്രം. വാഹനങ്ങൾക്ക് നേരെ വരുന്ന അപകടങ്ങളെ യേശു കർത്താവിന്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിടുതലിന്റെ ആത്മാവ്, ദൈവാത്മാവ്, യേശു ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവേ, സ്തോത്രം, സ്തോത്രം. അവൻ വരുന്നത് എങ്ങനെയെന്നറിയാമോ? രഥവുമായിട്ടാണ് വരുന്നത്. അന്നൊക്കെ പണ്ട് വലിയ വലിയ ആൾക്കാർക്കാണ് രഥങ്ങളുള്ളത്, സാധാരണക്കാർക്ക് ആർക്കും രഥമില്ല. കൊട്ടാരങ്ങളിലുള്ളവനോ, ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയാണ് രഥം. ഇന്ന് ഫ്ലൈറ്റുകളിലാണല്ലോ പോകുന്നത്. അതുപോലെ രഥത്തെ കാണിക്കുന്നത് വേഗത്തിൽ ദുഷ്ടൻ നിന്റെ അടുത്ത് വരുന്നു. വേഗത്തിൽ മനുഷ്യന് ഓടുവാൻ, നിനക്ക് ഓടി അവനെ മറികടക്കുവാൻ പറ്റാത്തതുപോലെ, വി ആർ വീക്ക് ബട്ട് ഹിസ് സ്ട്രെങ്ത് ഈസ് പെർഫെക്റ്റ് ഇൻ അവർ വീക്ക്നെസ്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഓടി അവനെ മറികടക്കുവാൻ സാധ്യമല്ല. അത്രയും വേഗത്തിലാണ് ഈ രഥത്തിന്റെ ഓട്ടം. അതിനാണ് അവൻ രഥത്തിൽ വരുന്നത്. വില്ലെന്തിനാണെന്നറിയാമോ? നിന്നെ ഒളിച്ചിരുന്ന് അമ്പെയ്ത് നിന്നെ തോൽപ്പിക്കുവാൻ അവൻ പതിയിരുന്ന്. അവൻ വഞ്ചകനാണ്. അവൻ ആക്രമിക്കും, പതിയിരുന്ന് ആക്രമിക്കും, ദൂരത്ത് നിന്ന് ആക്രമിക്കും. ശത്രു വില്ലുമായിട്ട് ദൂരത്ത് നിന്ന്, നീ കാണാത്ത സമയത്ത്, നീ കാണാത്ത ആൾക്കാരിൽ നിന്ന്, അൺഎക്സ്പെക്റ്റഡ് മൊമെന്റിൽ, അൺഎക്സ്പെക്റ്റഡ് വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഒരു പോരാട്ടമാണ് ഈ വില്ല എന്ന് പറയുന്നത്. അമ്പയും അവൻ ദൂരത്ത് നിന്നാണ്, നീ പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഓരോ ശ്വാസത്തിലും കർത്താവേ, ഇത് നിന്റെ ദാനമാണ്, ഈ ശ്വാസത്തിൽ നീ പ്രവർത്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ വില്ലും ഒളിച്ച് നിന്നെ അമ്പെയ്ത് തോപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതിനാൽ നാം പ്രാർത്ഥനയിൽ അത്യാവശ്യമായിട്ട് പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടേയിരിക്കണം. അവൻ ദൂരത്തു നിന്നാണ് വരുന്നത്, നാം അറിയത്തില്ല. അവൻ ഒളിച്ചാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്തതായിട്ട് നാം കാണുന്ന ആയുധം ഇവിടെ എന്താണെന്ന് അറിയാമോ? കുന്തം. ഹല്ലേലൂയ, സ്തോത്രം. കുന്തം നമുക്കറിയാം, ദൂരത്തു നിന്ന് സാധാരണ കുന്തം കൊണ്ട് എയ്യുവാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, സ്പിയോ, അത് അടുത്തു വന്നേ കുത്താൻ പറ്റത്തുള്ളൂ. ഒരു പക്ഷേ പുറകിൽ നിന്ന് നാം അറിയാതെ കുത്തിയിരിക്കും. എന്നാലും നമുക്ക് മോസ്റ്റ്ലി കൂടുതൽ കാര്യങ്ങളിലും നമുക്ക് അവനെ കാണാനായിട്ട് പറ്റും. ഹീസ് വെരി നിയർ. അപ്പോൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് മൊമെന്റില് ശത്രു നമ്മളെ പൊരുതിക്കൊണ്ടേയിരിക്കും. അവൻ പതിയിരിക്കും, നിന്നെ വീഴ്ത്തുവാൻ അവൻ പതിയിരിക്കും. ശത്രു നമ്മെ വെല്ലുവിളിക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുക. എൻ്റെ ദൈവമേ, നീ അറിയുന്നു, നീ സർവാധിപതി, നീ ഉന്നതൻ, അത്യുന്നതൻ. ഹല്ലേലൂയ, അവൻ സർവശക്തൻ, സർവവ്യാപി. സകലവും കർത്താവേ നിനക്ക് കഴിയുമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മളുടെ ഇന്ന് വ്യാപരിക്കുന്ന എല്ലാ അടുത്തും അകലെയും അറിഞ്ഞും അറിയാതെയും വരുന്ന എല്ലാ ശത്രുക്കളെയും ചുട്ടുകളയുവാൻ
അവന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം പറയാമോ? അവന് പദ്ധതിയുണ്ട്. ഇന്ന് എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളെയും, എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ വേദനകളെയും ചുട്ടുകളയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ വില്ലും മുളച്ചുകൊണ്ട് രഥങ്ങളിൽ വേഗത്തിൽ വരുന്നത് ഒരു പക്ഷേ രോഗവുമായിട്ടായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്ലായെങ്കിൽ വേദനയായിരിക്കും, അല്ലായെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാരമായിരിക്കും, ആത്മാവിലും നമുക്ക് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ കഴിയാതെ ഇരിക്കുന്ന ആ ഒരു വേദനയായിരിക്കും. എങ്ങനെയോ ഏതോ ശത്രുക്കളാൽ, വില്ലുകളാൽ, അമ്പുകളാൽ, രഥങ്ങളാൽ അവൻ വേഗം നിന്നെ തന്നെ നോക്കിക്കൊണ്ട് അവൻ പതിയിരുന്ന് അല്ലെങ്കിൽ ആക്രമിക്കുവാൻ വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവനെ ചുട്ടുകളയുവാൻ, അവനെ വെറുതെ അങ്ങ് കളയുവാനല്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്ന് ശത്രുവിനെ ചുട്ടുകളയുക തന്നെ ചെയ്യും. അവൻ രഥം മുടിച്ച്, കുന്തം മുടിച്ച്, അവനൊരു കൺട്രോൾ ഉണ്ടല്ലോ, രഥത്തിലിരുന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഒന്നിച്ചങ്ങ് ചുട്ടുകളയുക. രഥത്തെ ചുട്ടുകളഞ്ഞാൽ പിന്നെ ആ കുന്തത്തെയും വില്ലിനെയും അവനെയും അങ്ങ് ചുട്ടുകളയും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അവനെ ഒരു നാളും കാണത്തില്ല. ചുട്ടുകളഞ്ഞാൽ പിന്നെ അവന് പൊങ്ങി വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, അവനെ എറിഞ്ഞു കളഞ്ഞെന്നു, അവനെ തല്ലിക്കൊന്നു കളഞ്ഞെന്നു ഒന്നുമല്ല, അവനെ ചുട്ടുകളഞ്ഞു. അവൻ്റെ ചാമ്പല് ഹല്ലേലൂയ ഇതാ പോക്കൊണ്ടേയിരിക്കുന്നു. ആത്മാവിൽ കാണുക, നിന്റെ ശത്രുവിൻ്റെ ചാമ്പല് പറന്നു പോകുന്നത്, അത് സ്മോക്കായിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഒരു വിണ്ടിൽ പറന്നു പോകുന്നത്. അവനെ പിന്നെ കാണത്തില്ല. ഹല്ലേലൂയ, ഒരു ചെറിയ വിണ്ട് മതി, വലിയ കൊടുങ്കാറ്റൊന്നും വേണ്ട ഒരു ചെറിയ ചാമ്പല് പറത്തുവാൻ. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്കെതിരായിട്ട് വരുന്ന സകല പോരുകളെയും ചുട്ടു ചാമ്പലാക്കി പറത്തി കളയുവാൻ യഹോവയുടെ ആത്മാവ് വന്നിട്ടുണ്ട്. വേഗത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അവൻ രഥത്തിൽ വന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അതിലും വേഗത്തിൽ വരും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ നാം മിണ്ടാതെ ഇരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നാം എന്തിനാണ് മിണ്ടാതിരിക്കേണ്ടതെന്നറിയാമോ? കർത്താവിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നടക്കുവാൻ വേണ്ടിയാണ് നാം മിണ്ടാതെ ഇരിക്കേണ്ടത്. പലപ്പോഴും നാം എന്താ ചെയ്യുന്നത്? നാം അതിനിടയ്ക്ക് കയറി അങ്ങ് പ്ലാൻ ചെയ്യും. ഇതിനെ എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും? ഞാനും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ എല്ലാവരെയും, എന്നെയും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഏതൊരു പ്രശ്നം, പ്രതിസന്ധി വന്നോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ദൈവ പൈതലെ നാം പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മീതെ പറക്കുന്ന ഒരു ശക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവിന് മേഘങ്ങളിൽ കൂടി പറക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പ്രാടിയത് തന്നെ മേഘങ്ങളിൽ അവൻ വഴിയൊരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, രാത്രിയിൽ അഗ്നി തൂണുകളിൽ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. നാം കാണുന്നത് കൊണ്ടല്ല കേട്ടോ. മേഘത്തിന് എങ്ങനെ നമ്മൾ മേഘത്തിൽ പറക്കുവാൻ പറ്റും? നാം ചിന്തിക്കുന്ന നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കണ്ടതോ കേട്ടതോ അറിഞ്ഞതോ ഉള്ളതായ കാര്യങ്ങളിലാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ മേഘങ്ങളിൽ അവൻ നമ്മെ സൂക്ഷിക്കും. അഗ്നി തൂണുകളിൽ നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ ദൈവം അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അത് നമ്മുടെ കണ്ണിൽ ആശ്ചര്യമാണ്, നമുക്ക് ചിന്തിക്കുവാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ മാനസിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ എനിക്കിവിടെ ഇന്ന് ഇരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതികൂലമായിട്ട് വന്നിരിക്കുന്ന എല്ലാ പ്ലാനുകളെയും മറികടക്കുവാൻ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഹിസ് പ്ലാൻസ് ആർ ദ ബെസ്റ്റ് പ്ലാൻ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതിനാൽ നാം മിണ്ടാതെ ഇരിക്കുക. പലപ്പോഴും നമുക്ക് പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ അങ്ങ് പ്ലാൻ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഒരു പാമ്പ് എന്നെ അടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്പും കൊണ്ട്, ഒരു വലിയ കമ്പും കൊണ്ട് അങ്ങ് ചെല്ലുവാണ്. പക്ഷെ നമ്മുടെ ഒരു കുഞ്ഞു ഒരു ഈർക്കലും കൊണ്ട് അവിടെ നിന്ന് പാമ്പിനെ അടിക്കാൻ നമ്മുടെ മുമ്പിൽ നിന്നാൽ നമ്മൾ പിന്നെ അടിക്കുമ്പോഴേ അവനെ കുഞ്ഞിനല്ലേ അടികൊള്ളുന്നത്, പാമ്പ് വന്ന് ഇവനെ കൊത്തുകയും ചെയ്യും. അതുപോലെയാണ് ഹല്ലേലൂയ, സ്തോത്രം. ഈർക്കിൽ പ്ലാനുമായിട്ട് നമ്മൾ പോകാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷേ നാം അതിഭാഷണത്താൽ നാം കുറ്റക്കാരായെന്ന് വരും. അല്ല എങ്കിൽ പലരും ശാപവാക്കുകൾ പറഞ്ഞ് ഇതെന്തെൻ്റെ ജീവിതത്തിൽ വന്നു, എൻ്റെ ദൈവം എവിടെയായിരുന്നു, എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്തേ ഞാൻ ഇതുവരെയും സ്നേഹിച്ച ദൈവം, ഒത്തിരി അത്ഭുതങ്ങൾ കണ്ട ഞാൻ, എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചില്ല എന്ന് എനിക്ക് ചിന്തിക്കാമായിരുന്നു. എന്നോട് ചോദിച്ചവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹിസ് പ്ലാൻസ് ആർ ദ ബെസ്റ്റ് പ്ലാൻ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ നാം വെറും ശാപവാക്കുകൾ പറയാതെ, ദൈവത്തെയും മനുഷ്യനെയും കുറ്റം വിധിച്ച് നാം തന്നെ കുറ്റക്കാരാകാതെ, ശത്രു ജയമെടുക്കുവാൻ ഇടയാകാതെ മിണ്ടാതെ ഇരിക്കുക. ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യം ബോധിപ്പിക്കുക. കാര്യം ബോധിപ്പിച്ച് അവൻ നടത്തുന്ന നാളിൽ നാം ജയിക്കും.
തീർച്ചയായിട്ടും നാം ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഹല്ലേലൂയ. നമ്മുടെ കൈകൾക്ക് കുറവുകളുണ്ട്, നമ്മുടെ കൈകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നാം ലോകത്തിലാണ്, ഹല്ലേലൂയ. എന്നാൽ ലിമിറ്റേഷൻസ് ഇല്ലാത്ത ഏതൊരു ജയിലറുകളിലും, ഏതൊരു തടവറകളിലും, ഏതൊരു ഇരുളിലും പ്രവർത്തിക്കുന്ന, ഏതൊരു കുഴിയിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തയായ പ്രവർത്തനത്തിലാണ് നാം ഇന്ന് ഓരോരുത്തരും നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒന്നുകിൽ ഡിപ്രഷനിലോട്ട് പോയി കുറ്റം പറഞ്ഞ് ശാപവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ല എങ്കിൽ എന്താ ചെയ്യുന്നത്? നാം ഭയങ്കര അങ്ങ് പറയും, ഞാൻ നിന്നെ ഉപവസിച്ച് നേടും, ഞാൻ നിന്നെ പ്രാർത്ഥിച്ചു നേടും, ഞാൻ ഇതിനെ തരണം ചെയ്യും. ഓഫ് കോഴ്സ് അതെല്ലാം ആവശ്യമാണ്. എന്നാൽ നമ്മുടെ പ്ലാൻ ശത്രുവിനോട് പറയേണ്ട കാര്യമില്ല. ഞാൻ നിന്നെ ഉപവസിച്ച് തോൽപ്പിക്കും. അല്ല, ഞാൻ ഉപവസിച്ചാൽ എങ്ങനെ തോക്കും? എൻ്റെ ദൈവം പ്രവർത്തിക്കാതെ ഞാൻ എത്ര ഉപവസിച്ചാലും ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഞാനൊരു ലിമിറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ദൈവത്തിൻ്റെ കൃപയിലായെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം പറയാതെ എൻ്റെ മുടിയിൽ നിന്ന്, എൻ്റെ തലയിൽ നിന്ന് ഒരു മുടി പോലും പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്ര. ശത്രു എത്ര പ്രവർത്തിച്ചാലും ദൈവം അറിയാതെ ഒരു രോമം, തലയിലെ മുടിയല്ല, ഞാൻ പറയട്ടെ, ഒരു രോമം പോലും പോകാൻ പറ്റത്തില്ല. അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ നാളുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി അതിനനുവദിച്ച് ഓരോ നിമിഷത്തിലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ശത്രുവിനെ വിരട്ടുവാനൊന്നും നിൽക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം. കാരണം നമ്മുടെ വിരട്ടത്തിലൊന്നും അവൻ അടങ്ങുന്നതല്ല. എന്നാൽ നമ്മളല്ല, ഞാനല്ല, എൻ്റെ നാമത്തിലല്ല ഞാൻ പോകേണ്ടത്, യഹോവയുടെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ്റെ നാമം എൻ്റെ ജീവന രക്ഷ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവാണ് എൻ്റെ ജീവൻ്റെ രക്ഷ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ, അതാണ് ഇവിടെ നമ്മൾ പാടിയത്. ഞാൻ നിന്നാലാണ് മതിച്ചാടി കടക്കുന്നത്, എന്നാലല്ല, എൻ്റെ കഴിവാലല്ല. വലിയൊരു രാജാവാണ് പറഞ്ഞത്. രാജസ്ഥാനത്തിരിക്കുന്നവൻ പറയുകയാണ്, ഞാൻ നിന്നാൽ മതിച്ചാടി കടക്കും. ഹല്ലേലൂയ, സ്തോത്രം. നീയാണ് എൻ്റെ പ്രാണന്റെ രക്ഷ. ഹല്ലേലൂയ. സർവനാമത്തിലും മേലായ ആ നാമവുമായിട്ടാണ് നാം വെല്ലുവിളിക്കേണ്ടത്, പോരിന് പോകേണ്ടത് ഈ ദുഷ്ടനെതിരായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വാക്കുകൾ നാം പ്രാർത്ഥിക്കും, എനിക്ക് വെളിപാടുണ്ട്, ഞാൻ ഉപവസിക്കും, ഒന്നുമല്ല, അതൊക്കെ ചെയ്തോ. പക്ഷേ ദുഷ്ടനോട് നാം എതിർത്ത് നിൽക്കുമ്പോൾ നാം കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ ദൈവാത്മാവിൻ്റെ ആലോചനയിലോട്ട് പോകുക. ആ ആലോചന എന്താണോ അവനോട് പൊരുതാൻ പറഞ്ഞാൽ പോകണം. ഹല്ലേലൂയ. അല്ലാതെ നമ്മളിൽ നിന്നുണ്ടാകുന്ന നമ്മളുടെ ഓരോ പ്ലാനുകളിലും അല്ല, ദൈവത്തിൻ്റെ പ്ലാന് വേണ്ടിയിട്ട് നാം സമർപ്പിച്ചു കൊടുക്കണം. ഈ ദാവീദ് തന്നെ പറയുകയാണ്. ഫസ്റ്റ് സാമുവേൽ 17-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വലിയൊരു ഗോലിയാത്തിനെ കൊല്ലുവാൻ പോകുമ്പോൾ പറയുന്നുണ്ട്, യഹോവയുടെ നാമത്തിൽ, ഇസ്രയേലിൻ്റെ സൈന്യങ്ങളുടെ ദൈവമായ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വെറും കല്ലുകൊണ്ടായിരിക്കും, എൻ്റെ കയ്യിൽ ഒന്നും കാണത്തില്ല, എൻ്റെ കയ്യിൽ വെറുതെ കിടക്കുന്ന ഒരു കല്ല്. അതിനെന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? യുദ്ധത്തിൽ വീരനായ. അപ്പോഴവിടെ ദാവീദിൻ്റെ സഹോദരന്മാരും പറഞ്ഞിട്ടുണ്ട്, നീ ബാലനാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്നെക്കാട്ടി പ്രബലനാണ്. ഈ 40 ദിവസം ഇസ്രയേൽ ഒരു രാജ്യത്തെ വറപ്പിച്ചവനെ ഒരു കല്ലുകൊണ്ടൊരു ബാലൻ തോപ്പിക്കുന്നു. അതാണ് ഇത്. എങ്ങനെയാണ്? സൈന്യങ്ങളുടെ യഹോവയുടെ നാമം. ദാവീദിനറിയാം അവിടെ ഒരു സൈന്യമുണ്ടെന്ന്. സൈന്യങ്ങളുടെ നായകനായ യഹോവ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയും ആ സൈന്യവും അവിടെ ഇറങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ആ രാജ്യത്തെ രക്ഷിച്ചു. അതെങ്ങനെ രക്ഷിച്ചു? യഹോവയുടെ നാമം. അവനൊന്നും പറഞ്ഞില്ല. ദാവീദിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ കാട്ടിൽ അവിടോട്ട് സഹോദരന്മാരോട് പറയുന്നുണ്ട്, ശൗലിനോടും പറയുന്നുണ്ട്, കാട്ടിൽ ഞാൻ അങ്ങനെ ആടിനെ കൊന്നു, എന്നെ ദൈവം രക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളുടെ സഹോദരന്മാരോട്, നമ്മുടെ സഭയിൽ. അല്ലാതെ ശത്രുവിനോടൊന്നും പറഞ്ഞില്ല. ശത്രുവിനോട് ഞാൻ ഇന്നെ അങ്ങനെ ചെയ്തു, കാടിനെ കൊന്നു, അങ്ങനെയൊന്നും ശത്രുവിനോട് പറഞ്ഞില്ല. ശത്രുവിനോട് എന്തോ പറഞ്ഞേ? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ്. ആ നാമമാണ് ശത്രുവിനെ തോൽപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് അതുപോലെ തന്നെ അറിയാം, പീറ്റർ ആൻഡ് ജോൺ സുന്ദരം എന്ന ഗേറ്റിൻ്റെ അടുത്ത്, ദേവാലയത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്, എനിക്കൊന്നുമില്ല, ഒന്നും എനിക്ക് തരുവാനായിട്ടില്ല, ഞങ്ങൾക്കുള്ളത് എന്തുവാണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തിലാണ് സൗഖ്യം വരുന്നത്, വേറൊരു നാമത്തിലല്ല, വെള്ളിയിലല്ല, പൊന്നിലല്ല, കഴിവിലല്ല, സ്ഥാനങ്ങളിലല്ല.
ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ നാമത്തിലാണ് ഹല്ലേലൂയ വിടുതൽ നടക്കുന്നത്. അതിനാൽ പ്രിയ ദൈവവേദലേ, ഈ വർഷത്തിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ദൈവത്തിൻ്റെ ആലോചനയാണ്. നിങ്ങൾക്കെതിരായിട്ട് വരുന്ന യുദ്ധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വരുന്ന ശത്രുക്കളെ അടക്കുവാൻ വേണ്ടിയിട്ട് നാം മിണ്ടാതിരുന്ന് ആ നാമത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ജാതികളിൽ ഉന്നതനാകുമെന്ന് അവിടെ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ജാതികളിൽ അവൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. അതിന് തന്നെയാണ് ഹല്ലേലൂയ നാം പ്രവർത്തിച്ചാൽ ദൈവത്തിന് മഹത്വം എടുക്കുവാൻ പറ്റത്തില്ല, നാം തോറ്റുപോകും, ദൈവപ്രവൃത്തി അവിടെ നടക്കത്തില്ല. എന്നാൽ യഹോവ ജാതികളിൽ ഉന്നതനാകുവാൻ ഹല്ലേലൂയ, സ്തോത്രം, ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, എലീശായെ പറ്റി കാണുമ്പോൾ നമുക്കറിയാം, അവിടെ ആ മലകൾ മൊത്തം സ്വർഗത്തിൻ്റെ സൈന്യം വന്ന് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു സ്വർഗത്തിൽ വലിയൊരു സൈന്യമുണ്ട്. അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ വന്നിരിക്കുന്നു എന്ന് ആ വലിയ ഗോലിയാത്തിനോട് പറയുവാൻ ദാവീദിനെ സഹായിച്ച ഒരു ശക്തി. ഹല്ലേലൂയ, സൈന്യങ്ങളുടെ യഹോവ. എലീശായുടെ ചുറ്റും ഇറങ്ങിയിരിക്കുന്നത് സ്വർഗത്തിൻ്റെ സൈന്യം. ഹല്ലേലൂയ, ഇന്ന് സൈന്യം നമ്മുടെ കൂടെയുണ്ട്. സൈന്യം നമുക്ക് വേണ്ടി പാളയം ഇറങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ലായിരിക്കും, എന്നാൽ ഹല്ലേലൂയ നാം തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ, സ്തോത്രം. ആഗ്രഹിക്കുന്നവരുണ്ടോ? ചോദിച്ചു കൊള്ളുക, ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കൃപ നിങ്ങൾക്ക് തരും. അത് കാണുവാൻ തക്കവണ്ണം, അന്തരീക കണ്ണുകൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വിടുതലിൻ്റെ ദൈവം ഹല്ലേലൂയ, സ്തോത്രം, അതിന് സഹായിക്കും. അങ്ങനെ സഹായിച്ചു കഴിയുമ്പോൾ നാം സാക്ഷ്യം പറയണം. ഹല്ലേലൂയ, അപ്പോൾ നാം മിണ്ടാതിരിക്കല്ലേ. നാം പലപ്പോഴും ഈ വാക്കെടുത്തിട്ട് വേണ്ടാത്തടത്ത് നമ്മൾ ഉപയോഗിക്കും. നാം മിണ്ടാതെ ഇരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക. എന്നാൽ എല്ലായിടത്തും മിണ്ടാതെ ഇരിക്കാനല്ല കേട്ടോ. മിണ്ടേണ്ടിയിടത്ത് മിണ്ടണം, ഉപദേശിക്കേണ്ടിയിടത്ത് ഉപദേശിക്കണം. ഹല്ലേലൂയ, തിരിച്ചു പറഞ്ഞു കൊടുക്കേണ്ടിയിടത്ത്, വെളിപാട് പറഞ്ഞു കൊടുക്കേണ്ടിയിടത്ത് അവിടെ പറഞ്ഞു കൊടുത്തേ മതിയാകത്തുള്ളൂ. തിരുത്തേണ്ടിയിടത്ത് നാം തിരുത്തണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അത് വഴക്കുണ്ടാക്കാനല്ല, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുവാനായിട്ട് ഹല്ലേലൂയ മിണ്ടേണ്ടിയിടത്ത് മിണ്ടണം. നമുക്ക് യേശു കർത്താവിനെ പറ്റി അറിയാം. അവിടെ അടിച്ച് എല്ലാം പലയിടത്തും ഇങ്ങനെ കൊണ്ടുപോയി ഓരോ വിധികൾ നടത്തുവാൻ വേണ്ടി കൊണ്ടുപോയി പീലാത്തോസിന് മുമ്പിൽ നിർത്തി. അപ്പോഴൊക്കെയും യേശു കർത്താവ് മിണ്ടാതെയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പീലാത്തോസ് ചോദിക്കണം, നിനക്കൊന്നും പറയാനില്ലേ? നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? നമ്മളൊരു കോടതിയിൽ പോയാൽ നമ്മൾ ആരെയും ഒക്കെ ഒന്ന് പിടിച്ചു വെക്കും, ഒരു വക്കീലിനെ പിടിച്ചു വെക്കും. അയ്യോ, എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സത്യം അല്ലെങ്കിൽ രണ്ട് തെളിവിന് വേണ്ടി എന്തെങ്കിലും കൂട്ടി വെക്കും. എന്നാൽ നമ്മുടെ യേശു കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? മിണ്ടാതെ ഇരുന്നു. എന്നാൽ അവിടെ കർത്താവ് മിണ്ടിയുടെ കൊണ്ട് പീലാത്തോസ് ചോദിച്ചു, നിനക്ക് എന്താ ഒന്നും മിണ്ടാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയാ, നീ ആര്? നീ മേളിൽ നിന്ന് ഈ അനുവാദം നിനക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ എന്നെ ഒന്നും ചെയ്യത്തില്ല. ഇന്നും നിനക്ക് ആ അനുവാദം കിട്ടിയില്ല എങ്കിൽ നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മിണ്ടേണ്ടിയിടത്തും മിണ്ടണം, മിണ്ടാതിരിക്കേണ്ടിയിടത്ത് മിണ്ടാതിരിക്കണം. അത് യഹോവയുടെ പ്ലാനുകൾ നടക്കുവാൻ വേണ്ടിയിട്ട് മിണ്ടാതെ ഇരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ എസ്തേറിന്റെ കാര്യത്തിൽ നമുക്കറിയാം, മൊർദെഖായി പറയുന്നുണ്ട്, ഇന്ന് നീ മിണ്ടാതെ ഇരുന്നാൽ ഹല്ലേലൂയ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇസ്രയേലിന് വേറെ എവിടുന്നെങ്കിലും രക്ഷ വരും. ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഞാൻ ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ, ഞാൻ ഈ നാമത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ദൈവം വേറെ ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കും. അതിനാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ, ദൈവഹിതപ്രകാരം ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ തക്ക സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യണം. അതിനാണ് വാ തന്നിരിക്കുന്നത്. എന്തിനാണ്? ദൈവം ചെയ്ത ഓരോന്നിനും ഓരോ പ്ലാനുകളുണ്ട്. വാ തന്നിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാൻ കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ശബ്ദം തന്നിട്ടുണ്ടെങ്കിൽ, പാടുകയും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറയുകയും, തീർച്ചയായിട്ടും കൈകൾ തന്നിട്ടുണ്ടെങ്കിൽ കൈ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. അതിനെ ഞാൻ മുമ്പേ സാക്ഷ്യം പറഞ്ഞതുപോലെ, ഞാനിങ്ങനെ ഈ ഇടത്തെ കൈ പൊങ്ങാതിരുന്ന സമയത്ത് ഒരുപാട് നാളുകൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനിക്കുമായിരുന്നു. കർത്താവേ, ഈ കൈ ഇനി ഒന്നും ഉയർന്നായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ രണ്ട് കൈ ഉയർത്തി നിന്നെ ഒന്ന് സ്തുതിക്കാമായിരുന്നു എന്ന്. അത് കൈയില്ലാത്തപ്പോഴാണ് അതിൻ്റെ ആ മഹത്വം ഞാൻ മനസ്സിലാക്കിയത്, അത് കൈ പൊങ്ങാതെ വന്നപ്പോൾ. അതിനാൽ പ്രിയ ദൈവത്തിലെ കൈ പൊങ്ങുമ്പോഴൊക്കെ നാം സ്തുതിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എസ്തേറിന് കിട്ടിയ ആ അവസരം പോലെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ് അവസരം തന്നിട്ടുണ്ടെങ്കിൽ നാം അത് തക്കത്തിൽ യൂസ് ചെയ്യുക. ദൈവനാമ മഹത്വത്തിനായിട്ട് എവിടെയായിരിക്കുന്നു നമുക്കൊന്നും അറിയത്തില്ലായിരിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, ഒന്നും പറയാൻ അറിയത്തില്ലായിരിക്കും. ഈ വലിയ രാജാക്കന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ട് ഞാൻ എന്ത് പറയാൻ, അവർ സമ്മതിക്കുമോ, അവരത് അക്സെപ്റ്റ് ചെയ്യുമോ, എനിക്ക് ശിക്ഷ വരുമോ എന്നൊക്കെ ഞാനെന്ത് ന്യായമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ യഹോവയുടെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം അവിടെ പോയിരിക്കും.
നാം വാ തുറന്നിരിക്കും. അവർ കേട്ടോ കേട്ടില്ലയോ, അവർ അക്സെപ്റ്റ് ചെയ്തോ എന്നുള്ളത് എൻ്റെയും നമ്മളുടെ ആരുടെയും അത് നോക്കേണ്ട കാര്യമില്ല. യഹോവയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വാക്കല്ല, നമ്മുടെ കഴിവല്ല. നമ്മളെ അവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ നാം തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. രോഗമായിട്ട്, ദുഃഖമായിട്ട്, മരണമായിട്ട്, പാപമായിട്ട് ഒക്കെ വരുന്ന ശോധനകൾ, ഹല്ലേലൂയ, രഥങ്ങളും കുന്തങ്ങളും വില്ലുകളും ഒക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് ഉടച്ചു കളയും. അതിനാൽ നീ ഭയപ്പെടരുത്, പതറിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ രഥത്തിലാണ് വരുന്നത്, വേഗത്തിൽ. നമുക്ക് ഓടുവാൻ പറ്റാത്ത പോലെ, നമുക്ക് ചിന്തിക്കുവാൻ പറ്റാത്ത പോലെ മറഞ്ഞിരുന്ന, എക്സ്പെക്റ്റഡ് അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് സമയത്തും ഒക്കെ വരുമ്പോൾ അവൻ വേഗത്തിൽ വരുന്നത് അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവം അതിലും വേഗം ഓടും. ഏലിയാവ് നമുക്കറിയാം, ആഹാബിന്റെ രഥത്തിന് മുമ്പേ ഓടി. ശത്രുവാണെന്ന് നമുക്കറിയാം. ആഹാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശത്രുവേ എന്ന് ഏലിയാവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏലിയാവിൻ്റെ മുമ്പിൽ കൂടി ഓടുന്ന ഒരു ദൈവകൃപ ശത്രുവിൻ്റെ മുമ്പേ നിന്നെ ഓടിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ശത്രു എത്ര വേഗത്തിൽ ഓടി വന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് അതിലും വേഗത്തിൽ നമ്മളെ ഇന്ന് ഓടിപ്പിക്കാൻ പോവുകയാണ്. ഈ വർഷം ഓടിപ്പിക്കുവാൻ പോവുകയാണ്. ഓടിപ്പിക്കുവാൻ പോവുകയാണ്. ഏലിയാവ് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുന്നത് 30 കിലോമീറ്റർ ദൂരത്തിൽ ഓടിയെന്ന്, അല്ലാതെ 1-2 ചുവട് മുമ്പിൽ ഓടിപ്പോയെന്നല്ല. ഒരു രഥത്തിന് മുമ്പിൽ എന്തോ ഒരു വലിയൊരു ദൈവപ്രവൃത്തി അല്ലേ, ഒരു മനുഷ്യനെ കൊണ്ട് രഥത്തിന് മുമ്പേ ഓടിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, അതാണ് ആത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ ഹിസ്റ്ററികളൊക്കെ പറയുന്ന 30 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഏലിയാവെന്ന് പറഞ്ഞ സാധാരണക്കാരനായ മനുഷ്യൻ, എന്നോടും നിങ്ങളോടും തുല്യമായ സമതുല്യമായ ഒരു മനുഷ്യന് അത്രയും വേഗത്തിൽ ഓടിപ്പോകുവാൻ ദൈവം കൃപ കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഓടിക്കൂടാ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്കും സാധിക്കും. എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി വാഞ്ചിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിന് വിശ്വസിക്കുക. എനിക്ക് പറ്റും, നിന്നാൽ ഞാൻ മതിച്ചാടി കടക്കുമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യുവാൻ പറ്റും. കാരണം നമ്മുടെ ഉള്ളത് വലിയവനാണ്. നമ്മളിലുള്ളത് ഈ ലോകത്തിലുള്ള ശക്തിയല്ല, ആ ലോകത്തിലുള്ള ശക്തിയെക്കാട്ടിൽ വലിയവനാണ് നമ്മളിൽ ഇരിക്കുന്നതെന്നുള്ള ബോധത്തോടു കൂടിയാണ് നാം ഇരിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുതന്നെ ഇപ്പോൾ ഒബേദ്യാവും അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, നിന്നെ യഹോവയുടെ ആത്മാവ് എവിടെയെങ്കിലും അങ്ങ് എടുത്തോണ്ട് പോകും. നീ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോഴേ ഒബദ്യാവ് പറയാണ്, നിന്നെ ആ ദൈവാത്മാവ് എവിടെയെങ്കിലും എടുത്തോണ്ട് പോകും, പിന്നെ ഞാൻ കുറ്റക്കാരനാകും. അപ്പോൾ ഈ ഏലിയാവിനെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നെന്ന് ഇങ്ങനെ വേഗത്തിൽ എവിടെയെങ്കിലും എടുത്തോണ്ട് പോകുന്നുള്ള കാര്യം ആ ഒബദ്യാവിന് കൂടെ ഉണ്ടായിരുന്ന ഏലിയാവിനെ പറ്റി അറിയാവുന്ന ഒബദ്യാവിന് നന്നായിട്ട് അറിഞ്ഞു. അത് വെറുതെ അങ്ങ് പറഞ്ഞല്ല, വേറൊരാൾ സാക്ഷ്യം പറയുകയാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് ഫിലിപ്പോസിനെ നോക്കിയാൽ അറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലുണ്ട്. കാൻഡസിൻ്റെ ട്രഷററായിരുന്ന, എത്യോപ്യൻ രാജ്ഞിയുടെ ട്രഷററായിരുന്ന ആ ട്രഷററിനെ ബാപ്റ്റിസം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഫിലിപ്പോസിനെ കണ്ടില്ല. ഫിലിപ്പോസിനെ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ക്യാരിഡ് ഹിം അവേ, അവനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തോണ്ട് അങ്ങ് പോയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ? ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ നമുക്കെതിരായിട്ട് വരുന്ന രഥങ്ങൾക്കും വലിയ ഫ്ലൈറ്റിൽ ഇപ്പം ബോംബായിട്ടൊക്കെയാണ് ഈ വില്ലും കുന്തവും ഒക്കെ വരുന്നത് ഇപ്പോഴുള്ളത്. അപ്പോൾ അതിലും വേഗത്തിൽ ഓടുവാനുള്ള, ഹല്ലേലൂയ, ബോംബിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു ശക്തിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഫ്ലൈറ്റിനെക്കാട്ടിൽ, വലിയ റോക്കറ്റിനെക്കാട്ടിൽ വേഗത്തിലുള്ള ശക്തിയാണ് നമ്മളിൽ ഇരിക്കുന്നത്. അതാണ് യഹോവയുടെ ആത്മാവ്. ഹല്ലേലൂയ, വചനം പ്രകാശത്തിനും വേഗത്തിൽ പറക്കുന്ന ഒരു ശക്തി. ഹല്ലേലൂയ. നാം ഇന്നിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ പല കോണുകളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം അവൻ ശക്തമാണ്. ഒരു റോക്കറ്റിന് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ. എന്നാൽ ഈ ദൈവവചനത്തിന് ഡെസ്റ്റിനേഷൻ ഒന്നല്ല, ആയിരങ്ങളല്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവൻ സർവ്വവ്യാപിയാണ്. റോക്കറ്റിനേക്കാൾ വേഗത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളും, എല്ലാ അടഞ്ഞിരിക്കുന്ന എല്ലാ കോണിലും ഇറങ്ങുവാൻ തക്കവണ്ണം, എല്ലാ ഹൃദയങ്ങളിലും പരിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഉന്നതനും അത്യുന്നതനുമാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. അതിനാൽ ഞാൻ ആരാണെന്നല്ല, എൻ്റെ ദൈവം ആരാണെന്ന് പറയുക. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എടുക്കുക. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപവസിക്കും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും അല്ല, ഞാൻ 10 നോക്ക്, 21 നോക്ക്, 40 ഒക്കെ അല്ല. ദൈവത്തിൻ്റെ നാമം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് ഹല്ലേലൂയ. അപ്പാ, ഞാൻ ഒന്നുമല്ല, ഓ യഹോവേ, ഞാൻ ഒന്നുമല്ല, നിന്റെ സന്നിധിയിൽ വരുവാൻ പോലും ഞാൻ യോഗ്യനല്ല. എന്നാൽ നീ എന്നെ വിളിച്ചു വേർതിരിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടൊക്കെ എനിക്ക് ഭയങ്കര രസകരമായ കാര്യം എന്തുവാണെന്നറിയാമോ? ആ ഗോലിയാത്തിനെ കൊന്നപ്പോൾ
അവനെ ഒരു കല്ലുകൊണ്ടാണ് വീഴ്ത്തിയത്. പക്ഷെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വാളെടുത്ത് അവൻ്റെ തലയങ്ങ് കണ്ടിച്ചു. പ്രൈസ് ഗോഡ്. നിനക്കെതിരായിട്ട് വരുന്ന ശത്രുവിനെ കൊല്ലുന്നത് അവൻ്റെ ആയുധം കൊണ്ടായിരിക്കും. കർത്താവിന് വേറെ ആയുധം ഒന്നും വേണ്ട. അവൻ്റെ ആയുധം കൊണ്ട് തന്നെ അവനെ കൊന്നുകളയും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തു രസമുള്ള ഒരു കാര്യമാണ് അല്ലേ? നമ്മുടെ കയ്യിൽ ഒന്നും ഒരു ആയുധമില്ല. നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് ഈ വചനം എന്നുള്ള ആയുധം. ആ വചനം ശത്രു ഏത് പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നതോ ആ പ്ലാൻ കൊണ്ട് തന്നെയാണ് അവനെ തകർക്കുന്നത്. മൊർദെഖായിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മൊർദെഖായിക്ക് എതിരായിട്ട് വന്ന ആ പ്ലാൻ കൊണ്ട്, അതേ പ്ലാൻ കൊണ്ട് തന്നെ, വേറൊരു പ്ലാൻ അവിടെ ഇല്ല. നാം ഒന്നും പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. അവൻ്റെ പ്ലാൻ കൊണ്ട് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. there is no re-planning. നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്യും. പ്രിയ ദൈവവേദന, ഒന്നും പ്ലാൻ ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ മതി. ദൈവം അവൻ്റെ പ്ലാൻ കൊണ്ട് തന്നെ നമ്മുടെ ശത്രുവിനെ തകർക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. നാം ആരാധിക്കുന്ന ക്രിസ്തു ചെറിയവനല്ല, ഉന്നതനാണ്, അവൻ അത്യുന്നതനാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ വേഗത്തിൽ പ്രവർത്തിക്കും, അവൻ വെള്ളത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, അവൻ കാറ്റിൽ പ്രവർത്തിക്കും. ഏത് നമുക്ക് കാണുവാൻ പറ്റാത്ത, നമ്മൾക്ക് ഇന്ന് വരെ ഭൂമിയിൽ ഒരു ശാസ്ത്രജ്ഞനും ചെയ്തിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ദൈവം നമ്മുടെ മധ്യയുണ്ട്. നാം അതുകൊണ്ട് ഒരിക്കലും കുലുങ്ങി പോകത്തില്ല. ശത്രു എത്ര പ്രബലനായിക്കൊള്ളട്ടെ, രോഗം എത്ര വലിയതായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ചെറിയ പനി പോലും മാറ്റുവാൻ നമുക്ക് കഴിയത്തില്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും വിളിച്ചു പറയുന്നു. പനികളാണ് വലിയ രോഗങ്ങളായി തീരുന്നത്. പനികൾ കൊണ്ടുവന്ന് എത്രയോ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. വെറും പനികളാൽ ഇവിടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവരുണ്ട്. അതിനാൽ ചെറിയതോ വലിയതോ ഏതൊരു രോഗമായിക്കൊള്ളട്ടെ, സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം നമ്മോട് കൂടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉന്നതമായ ഒരു കരം നമ്മെ ഉണ്ടാക്കി ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ഒരു കരം നമ്മോട് കൂടെയാണ്. ഒരു ഡോക്ടറിന് എന്താണെന്ന് അറിയണമെങ്കിൽ അവൻ എക്സ്റേ എടുത്ത് നോക്കും, അതിൽ കാണത്തില്ല. അൾട്രാസൗണ്ട് നോക്കും, അതിൽ കാണത്തില്ല. CT സ്കാൻ നോക്കും, അതിൽ കാണത്തില്ല. MRI എടുത്ത് നോക്കും, അതിൽ കാണത്തില്ല. പിന്നെ എന്തെല്ലാം ടെസ്റ്റുകളൊക്കെയും ചെയ്യും. എന്നാൽ അവൻ്റെ കണ്ണ് എല്ലാത്തെയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ണാണ്. ഹല്ലേലൂയ, വെള്ളോടിന് സദൃശമായി കാലുകളുള്ളവൻ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ കണ്ണുകളെല്ലാം കാണുന്നു, നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവൻ്റെ കണ്ണിനെ നമുക്ക് ഏത് വിഷനും കൊണ്ട്, ഏത് അൾട്രാസൗണ്ടും കൊണ്ട്, ഏത് MRI കൊണ്ട് സാമ്യമാക്കുവാൻ, കമ്പയർ ചെയ്യുവാനായിട്ട് പറ്റും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ ഇന്ന് നമുക്കെതിരായിട്ട് വരുന്ന എല്ലാ പ്രശ്നത്തെയും മറികടക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിൽ ആയുധമുണ്ട്. അത് ശത്രുവിൻ്റെ ആയുധം തന്നെയാണ്. നാം മിണ്ടാതെ ഇരിക്കുക. നമ്മളിൽ വസിക്കുന്ന ദൈവശക്തി വലിയതാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കുലുങ്ങിപ്പോയില്ല, നാം ആരും കുലുങ്ങിപ്പോകില്ല. കാരണം ഉന്നതൻ നമ്മുടെ മധ്യേ ഇരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പിന്നെ അടുത്തതായിട്ട് ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ വേണ്ടി എനിക്ക് തന്നത് ഇന്ന് രാവിലെ ഒരു വലിയൊരു കൊടിയാണ് എനിക്ക് കാണിച്ചു തന്നത്. ഒരു സ്നേഹത്തിൻ്റെ കൊടി. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാണ് ഇതൊക്കെ കർത്താവ് ചെയ്യുന്നത്? എന്തിനാണ് അവൻ എൻ്റെ ശത്രുവിനെ, അല്ലെ നിങ്ങളുടെ ശത്രുവിൻ്റെ കുന്തങ്ങളും വെല്ലുകളും ഒക്കെ ഒടിച്ച് അവനെ രഥത്തിൽ തന്നെ ഇട്ട് ചുട്ടുകളയുന്നത്? കാരണം അവൻ സ്നേഹമാണ്. അവനിലല്ലാതെ വേറൊരു ലോകത്തിൽ ആരിലും സ്നേഹമില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മളോട് കൂടെ ഇരിക്കുന്നവരൊക്കെ നമ്മെ സ്നേഹിച്ചെന്ന് ഓർക്കും. എന്നാൽ ലോകപ്രകാരമുള്ള സ്നേഹങ്ങൾ അതിനൊരു പോയിന്റ് ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പല മേഖലകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി അടുത്തടുത്തിരുന്ന് വെറും കാരണങ്ങളില്ലാതെ ലോകസ്നേഹം മാറിപ്പോകും. രാജ്യങ്ങൾ തെറ്റിപ്പോകും. ഹല്ലേലൂയ, പ്രിയ ദൈവ പൈതലേ, അവൻ നിന്റെ മേൽ പിടിച്ച കൊടി സ്നേഹമാണ്. ഈ വർഷത്തിൽ നിങ്ങളുടെ മേൽ ഒരു കൊടി പിടിച്ചിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ കൊടിയാണ്. നിങ്ങളൊരു കുടക്കീഴിലാണ് ഇരിക്കുന്നത്, സ്നേഹത്തിന്റെ കുടക്കീഴിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉറ്റവരും സ്നേഹിതരും ബന്ധുക്കളും ഫാമിലിയും എല്ലാം നിന്നെ വിട്ടുപോയാലും ആ സ്നേഹത്തിന്റെ കൂടെ മാറിപ്പോകത്തില്ല. അവൻ ഉവേ എന്ന് പറഞ്ഞാൽ he is always yes and amen. He cannot change. He is an unlimited God. ലിമിറ്റേഷൻ ഇല്ലാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മേലൊരു സ്നേഹക്കൊടിയുണ്ട്. അതുകൊണ്ടാണ് നാം ഇന്ന് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും സ്നേഹിതരും കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെയും തള്ളിക്കളഞ്ഞാലും ഒരാളും മാത്രം, ആ സ്നേഹസ്വരൂപനായ ക്രിസ്തു, നമുക്ക് വേണ്ടി മരിച്ചവൻ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിനു വേണ്ടി
ഒക്കെ കാൽവറിയിൽ തല്ലി തകർക്കപ്പെട്ടവൻ. മോസ്റ്റ് ഹാലലിയ സ്തോത്രം. ഒരിക്കലും കിട്ടാൻ പറ്റാത്ത, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തതായ ഒരു ഡെത്താണ് ക്രിസ്തു ഏറ്റെടുത്തത്. ഹാലലിയ വേദനയുള്ള ആ ഒരു മരണം. ഹാലലിയ അത് മനുഷ്യനായി തന്നെയാണ് ക്രിസ്തു ആ വേദന സഹിച്ചത്. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ മറികടക്കുവാൻ വേണ്ടിയിട്ട്, നമുക്ക് ജയം തരുവാൻ വേണ്ടിയിട്ട് ആ ക്രിസ്തു പിടിച്ച കോടിയാണ് സ്നേഹം. അവൻ തന്നെ താൻ തകർക്കപ്പെട്ടു നമുക്ക് വേണ്ടി തന്ന വലിയ സ്നേഹത്തിൻ്റെ കീഴിൽ നാം ഇന്നായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്നേഹിതരെന്നൊക്കെ പറഞ്ഞവര് ഹല്ലേലൂയ സ്തോത്രം. നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നവരുണ്ട്. കൂടെ നിൽക്കുന്നവർ പോലും അപ്പുറവും ഇപ്പുറവും ഒക്കെ നിൽക്കും. ഹല്ലേലൂയ സ്തോത്രം. പലരും മിണ്ടിയും മിണ്ടാതെയും ഒക്കെ നിൽക്കും. വാക്കുകളൊക്കെയും മാറിപ്പോകും. നമ്മളുടെ അവസ്ഥയനുസരിച്ചിട്ട് നമ്മോട് കൂടെ നിൽക്കുന്നതാണ് ലോക സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നല്ലതാണെങ്കിൽ, നന്മകളുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കും. അല്ല എങ്കിൽ 10 പേര് ചേർന്ന് എൻ്റെ സ്ഥാനത്തിൽ നിന്ന് മാറ്റി സ്വന്തം സ്നേഹിതനും കൂടെ മാറിപ്പോകും. അത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നാം കണ്ടതാണ്. 12 പേരെ ഉള്ളായിരുന്നു. 10,000 പേർക്ക് കൂടുതലുള്ളവർക്ക് 5,000 പോഷിപ്പിച്ച ഒരു ദൈവമെന്നാണ് പറയുന്നത്. അതിൽ 12 പേരെ ശിഷ്യന്മാരുള്ളായിരുന്നുള്ളൂ. ആ 12 പേരിലും അവസാനം വന്നപ്പോൾ, ന്യായാസനത്തിൽ നിന്നപ്പോൾ, വിധിക്കപ്പെട്ടപ്പോൾ ആരുമില്ലായിരുന്നു. നമ്മുടെ ദൈവത്തിന് ആരുമില്ലായിരുന്നു. യേശു കർത്താവിന് ആരുമില്ലായിരുന്നു. കാരണം ലോകം അങ്ങനെയാണെന്ന് കർത്താവ് തെളിയിച്ചു തരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചു. സ്വന്തം പുത്രനെ തന്നാണ് നമ്മെ സ്നേഹിച്ചത്. എന്തിനാണെന്ന് അറിയാമോ? കാൺമീന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ദൈവമക്കളുടെ പദവിയിലാണ് ഇരിക്കുന്നത്. കാരണം പിതാവ് നമ്മെ സ്നേഹിച്ചു. വെറുതെ അങ്ങ് സ്നേഹിച്ചതല്ല, വലിയൊരു വില കൊടുത്താണ് നമ്മെ വാങ്ങിയിരിക്കുന്നത്. പുത്രന്റെ നാമത്തിലുള്ള അവകാശികളാണ്. കാൺമീ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ഞാനും നിങ്ങളും ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത് പുത്രനെ കൊടുത്താണ്. ഹല്ലേലൂയ സ്തോത്രം. ആ നാമമാണ് നമുക്ക് ബലമുള്ള ഗോപുരം. എത്ര ശത്രു പ്രബലനായിട്ട് എത്ര വന്നാലും, വില്ല് കൊണ്ട് വന്നാലും, കുന്തം കൊണ്ട് വന്നാലും, രഥം കൊണ്ട് വന്നാലും, ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ചില്ലറയല്ല. അത് കുരിശിൽ കണ്ട സ്നേഹമാണ്. ആ സ്നേഹത്തിലാണ് നമ്മെ ഓരോരുത്തരെയും ഇവിടെ ചേർത്ത് വരുത്തിയിരിക്കുന്നത്, വാർത്തെടുത്തിരിക്കുന്നത്. ആ സ്നേഹത്തിൽ വീണ്ടും നമുക്ക് ആയിത്തീരാം. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും ദൈവം എനിക്ക് അവസരം തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ പിതാവേ സ്തോത്രം. ഞങ്ങൾ നിന്റെ നാമം കേട്ടോ, ഞങ്ങൾ നിന്റെ വചനം കേട്ടോ, ഞങ്ങൾ ആ വചനം കൈക്കൊണ്ടു കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണം. ഈ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാസ്റ്ററിനെ അനുഗ്രഹിക്കണം കർത്താവെ. സിസ്റ്റർ റെനി അനുഗ്രഹിക്കണം. അവരുടെ ഭവനം കർത്താവെ, അവരുടെ ഫാമിലി, കുഞ്ഞുങ്ങളുടെ ഭവനം, ഹല്ലേലൂയ അവരുടെ മിനിസ്ട്രി, ഹല്ലേലൂയ അവർ കാണുന്നവർ കേൾക്കുന്നവർ ചെല്ലുന്ന ഇടമൊക്കെ അനുഗ്രഹിക്കണം. ആ ചെല്ലുന്ന രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ചെല്ലുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് നിന്നെ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മൊത്തമായിട്ട് ഈ വർഷത്തിന്റെ ഓരോ നിമിഷവും അനുഗ്രഹമാക്കി തീർക്കണമേ. നീ ഞങ്ങളുടെ മേൽ പിടിച്ച കൊടി സ്നേഹമാണെന്നുള്ള ബോധത്തോടു കൂടി ഞങ്ങൾ ആയിരിക്കുവാൻ തക്കവണ്ണം, ആരും മാറിയാലും ഈ ലോകം മാറിയാലും മാറാത്തതായ സ്നേഹം ഞങ്ങളെ ഭരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ഞങ്ങൾ കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമം മാത്രം മഹത്വം എടുക്കണമേ. എല്ലാം ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ഗോഡ്. ഇത്രയും നേരം എനിക്ക് അവസരം തന്ന സിസ്റ്ററിനോടും എന്നെ കേട്ട എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. സ്തോത്രം സ്തോത്രം. അതുപോലെ ടാനിയാന്റെ നന്ദി പറയുന്നതായിരിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചെന്നാണ്. വീടൊടിച്ച് കുന്തം കുറിച്ച് അവന്റെ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു. വില്ലൊടിച്ച് കുന്തം കുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. നമ്മൾക്ക് വിരോധമായി വരുന്ന ആവിസ്വത്ര ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും തകർക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. നാം മിണ്ടാതിരുന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തി
പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ആമേൻ സ്തോത്രം. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന എല്ലാ ജോലികളെയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ തകർക്കുന്ന ഒരു സ്വർഗ്ഗം നമുക്ക് വേണ്ടിയുണ്ട്. ഒരു ഉന്നതനായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവ് ആമേൻ 2025 നമുക്ക് വിരോധമായി വരുന്ന പ്രതികൂലമായി വരുന്ന എല്ലാ ഹല്ലേലൂയ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്ന ആമേൻ വില്ലുകളെ ഒടിച്ചു കളയുന്ന കുന്തങ്ങളെ മുറിച്ചു കളയുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ